നമസ്കാരം. മൂന്നാർ കല്ലാർ കേരള ഫാമിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ ഭീതിജനകം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ഇതിന് പിന്നാലെയാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. ആദ്യം തുടകളിലാണ് ആന മുൻകാലുകൊണ്ട് ചവിട്ടുന്നത്. പിന്നീട് മുതുകിലും തലയ്ക്കും ചവിട്ടി. ഇതിനുശേഷം തുമ്പിക്കൈ കൊണ്ട് അനക്കമറ്റ ശരീരം മറിച്ചിട്ട് നെഞ്ചിലും ആന ചവിട്ടി. തുടർന്ന് അനക്കമറ്റ ശരീരം തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുന്നതും ദൃശ്യത്തിലുണ്ട്. മറ്റൊരു പാപ്പാൻ ഓടിയെത്തി ആനയോട് മാറി നിൽക്കാൻ പറയുന്നു. അതിനുശേഷമാണ് ഈ ആന മൃതദേഹം വിട്ട് മാറി നിൽക്കാൻ തയ്യാറായത്. ആനപ്പുറത്ത് സന്ദർശകർക്ക് കയറാൻ പാകത്തിൽ ആനയെ മാറ്റി നിർത്തുന്നതിനാണ് കൊല്ലപ്പെട്ട പാപ്പാൻ ശ്രമിച്ചതെന്നും ഇതിനിടെയാണ് കലി കയറി ആന ഇയാളെ ആക്രമിച്ചതെന്നുമാണ് പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ആളുകൾ ആനപ്പുറത്ത് കയറാൻ ശ്രമിക്കുന്നത് കാണാം. ആന ബാലകൃഷ്ണനെ ആക്രമിക്കുമ്പോൾ ഇവർ ഭയവിഹുലരായി ഓടി മാറുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. കേരള ഫാമിൽ ആനസവാരിക്ക് സാമാന്യം തിരക്കുണ്ടായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. ലക്ഷ്മിയെ കൂടാതെ മറ്റൊരു പിടിയാനയെയും ഇവിടെ ആനസവാരിക്കായി ഉപയോഗിക്കുന്നുണ്ട്. കരുതിക്കൂട്ടിയാണ് ആന ബാലകൃഷ്ണനെ ചവിട്ടിമെതിച്ച് കൊന്നതെന്നാണ് ദൃശ്യം കണ്ട ഒട്ടുമിക്കവരുടെയും വിലയിരുത്തൽ. 1 മിനിറ്റ് താഴെയുള്ള സമയം കൊണ്ട് മുൻകാലുകൾ മാറി മാറി ശരീരഭാഗങ്ങളിൽ അമർത്തിയാണ് ലക്ഷ്മി ബാലകൃഷ്ണന്റെ മരണം ഉറപ്പിച്ചത്. ആന ഇത്തരത്തിൽ ആളെ കൊല്ലുന്ന ദൃശ്യം പുറത്തു വരുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് കൈമാറും. M4 മലയാളം, അടിമാലി.